എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നവ്യ മുത്തശ്ശന് മുന്നിൽ കിടന്നങ്ങ് ഉറഞ്ഞു തുള്ളുന്നുണ്ട്. മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടേ? എൻ്റെ ഭർത്താവിന് ജോലിയില്ല, അവന് ജോലിയിൽ നിന്ന് നിങ്ങളെല്ലാവരും കൂടി പിരിച്ചുവിട്ടു. ഇനി ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ? അതിനുവേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. എനിക്ക് പണ്ട് തൊട്ടേ മോഡലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു അവസരം വരുമ്പോൾ ഞാൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് മുറി കയറിയിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവന് വേണ്ടിയല്ലേ? ഒരിക്കൽ ഇവനെ ഓർത്ത് നീ കരയുന്ന ഒരു ദിവസം വരും. നമ്മൾ പണിയെടുക്കേണ്ടത് നന്മയുള്ളവർക്ക് വേണ്ടിയായിരിക്കണം. അതങ്ങനെയല്ല എങ്കിൽ ഒരിക്കൽ അതെല്ലാം തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, വസുന്ധര എത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും കുറേ കാലം കഴിയുമ്പം എല്ലാ തറവാടിൻ്റെയും അടിത്തറയ്ക്ക് ഇളക്കം പറ്റുമെന്ന് പറയുന്നത് നേരാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം നവി പറയുന്നുണ്ട്, ഞാൻ ഒരു തറവാടിൻ്റെയും അടിത്തറ ഇളകാൻ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ അഭിയെ മാത്രം മാറ്റി നിർത്തുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് മുത്തശ്ശൻ പറ, ഞാനത് കേൾക്കാം. അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലാത്തടത്തോളം കാലം ഇനിയും ഓഫറുകളുണ്ട്. ഞാൻ ഈ പണി തന്നെ തുടരും. അതിന് ആരും എന്നെ വിലക്കാൻ വേണ്ടി വരണ്ട എന്നൊക്കെ പറയുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, പല്ലു കൊഴിഞ്ഞ സിംഹമാണ് ഞാനിപ്പോൾ, അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിന്നേ പറ്റുള്ളൂ, എന്ത് ചെയ്യാം എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഒരു സെൻറ്റി അടിച്ചിട്ട് മുത്തശ്ശൻ ആകെ വിഷമായി പോയി. മുത്തശ്ശൻ അങ്ങ് പോവാണ്. പോയി കഴിയുമ്പം ഭയങ്കര സന്തോഷത്തിലാട്ടോ ജലജ. ഒരു സൈഡിൽ നിന്ന് വിങ്ങി പൊട്ടി തുടങ്ങി, ഇനി കരഞ്ഞോളും എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുവാണ്. പിന്നെ കനകയും ഗോവിന്ദനെയും കാണിക്കുന്നു. അവരോടും നന്ദു ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പരസ്യത്തിൽ അഭിനയിച്ചതും കാണിച്ചു കൊടുക്കുന്നു. ആദ്യമേ കാണുമ്പം കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ആഹാ, ഇത് നവ്യമോളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് നന്ദു പറയുന്നത്, ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ജ്വല്ലറിയുടെ പരസ്യമാണ്. AN ജ്വല്ലറി എന്നാണ് അതിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പം, ആഹാ ആണോ, നീ എന്തിനാ ഇതിപ്പം കാണിച്ചു തന്നത്? നമ്മൾ സ്വർണ്ണം വല്ലതും എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഈ AN ജ്വല്ലറി മൂർത്തി ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ്, എതിരാളികളായിട്ട് വരുന്നതാണ്. ആ ഒരു കമ്പനിയിലാണ് ചേച്ചി അഭിനയിക്കാൻ പോയേക്കുന്നത്. അതിന് കാരണം അഭിയാണ്. അവനാണ് ചേച്ചിയെ, അവനും അവൻ്റെ അമ്മയും കൂടിയാണ് ചേച്ചിയെ പിരികേറ്റി വിടുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഓ അവന് വേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്, ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അവന് ഞാൻ ജയിലിൽ കയറ്റിയതിൻ്റെ ദേഷ്യമാണ് ചേച്ചി കാണിക്കുന്നത്. ശരിക്കും അവന് എല്ലാ കാലത്തേക്കും ജയിലിടാൻ പറ്റുന്ന ഒരു കാര്യം കിട്ടുവാണെങ്കിൽ ഞാനത് ചെയ്തേനെ. ചേച്ചി എന്നെ വെറുത്താലും വേണ്ടില്ല, ആ ഒരു അവസരം ഞാൻ പ്രയോജനപ്പെടുത്തിയേനെ എന്നിങ്ങനെ പറയുക. അന്നേരം കനക പറയുന്നുണ്ട്, എന്ത് ചെയ്യാം മോളെ, അവളോട് സത്യം നമുക്ക് തുറന്നു പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യുമെന്ന് നിനക്ക് അറിയാലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒന്നെങ്കിൽ അവനെ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ചേച്ചി ആത്മഹത്യ ചെയ്യും. ഇതിനു മുമ്പ് അമ്മ പറയാൻ തുടങ്ങിയപ്പോഴും ചേച്ചി അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട്, അതൊരു വെറും വാക്കല്ല, അവളത് ചെയ്യുമെന്ന്. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര വിഷമാണ്. മുത്തശ്ശൻ ദേവയാനിയോട് പറയുവാണ്, എന്ത് ചെയ്യാം, സത്യങ്ങളെല്ലാം നവ്യയോട് തുറന്നു പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലായി പോയില്ലേ നമ്മൾ, ആ സ്ഥിതിയെ മുതലെടുക്കുവാണ് അഭിയും ജലജയും എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, ജലജേനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വലിയൊരു തെറ്റായി പോയി. ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയല്ലേ എന്ന് കരുതി എൻ്റെ മക്കളേക്കാൾ കൂടുതൽ സ്നേഹിച്ചാണ് അവളെ വളർത്തിയത്. എന്നിട്ടും നമ്മൾ പാമ്പിന് പാല് കൊടുത്തതുപോലെ ആയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം പറയുവാണേ. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, ഇനി ജലജയുടെ മകൾ അവന്തിക അവളിങ്ങോട്ട് വരും, ജലജയുടെ വേറൊരു പതിപ്പ് അവൾ, അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്നറിയത്തില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതോർത്ത് വിഷമിക്കേണ്ട, അവളെ വിവാഹം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലല്ലോ എന്ന്. അതുപോലെ ആദർശും നയനയും ഭയങ്കര ടെൻഷനിലാണ്. നയന പറയുന്നുണ്ട്, അഭിയെ ഇങ്ങോട്ട് വിളിക്കണം, എന്നിട്ട് അവനോട് പറയണം, ഇനി ചേച്ചി ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും പരിപാടികൾക്കൊന്നും വിടരുത് എന്ന് പറയണം എന്ന് പറയുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. നേരം നയന പറയും, പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുമെന്ന് നമ്മൾ പറയണം, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ആദർശ് ഏട്ടൻ അവനെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയും. അങ്ങനെ ആദർശ് വിളിക്കുവാണ്. വിളിക്കുമ്പം നവ്യ അടുത്ത് നിൽപ്പുണ്ട്. ആരാ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടനാ എന്ന് പറയും. ഫോൺ എടുത്ത് കഴിഞ്ഞാൽ എന്താ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ എനിക്ക് ഉടനെ ഒന്ന് കാണണം, ഇങ്ങോട്ട് വരണം, നവ്യോട് പറയാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം എന്ന് ചോദിക്കും. എന്തിനാ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ വന്നിട്ട് പറയാം, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുക.
ഏതായാലും ഫോൺ വെച്ച് കഴിയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എന്തിനാ നിൻ്റെ ഏട്ടൻ വിളിക്കുന്നത് എന്ന്. അന്നേരം അഭി പറയുക, അല്ല ഇനിയിപ്പം നീ ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത് അവർക്ക് നാണക്കേടായതുകൊണ്ട് എന്നെ കമ്പനിയിലേക്ക് തിരിച്ചെടുക്കാം എന്നാ പറയുന്നെങ്കിലോ എന്നിങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചെടുക്കാം എന്ന് അവർ പറഞ്ഞാലും ഇനി നീ പോകരുത്, മനുഷ്യനായ കുറച്ചൊക്കെ ആത്മാഭിമാനം വേണം എന്ന് പറയുവാണ്. അന്നേരം അഭി പറയുന്നുണ്ട് അത്രയും വാശി വേണോ, ഏതായാലും അവർ തിരിച്ചെടുക്കാം എന്ന് പറയുമ്പം അതങ്ങ് കേട്ടാൽ പോരെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് എനിക്കതിനോട് വലിയ താല്പര്യമില്ലാന്ന്. എന്നിട്ട് അഭി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്നെ വിളിക്കുന്നത് നിന്നെ നിയന്ത്രിക്കണം എന്ന് പറയാനാണെങ്കിൽ ഞാൻ നിന്നെ നിയന്ത്രിക്കും, പക്ഷെ നീ എന്നെ അനുസരിക്കുന്നില്ല എന്ന് ഞാൻ പറയും, അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ തീർന്നല്ലോ എന്ന് പറയുക. അന്നേരം നവ്യ ചോദിക്കും നീ എന്തിനാ എന്നെ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, ഇനി നീ അവരുടെ ഭാഗത്ത് നിൽക്കുകയൊന്നും വേണ്ട, അവർ പറയുന്നത് കേൾക്കുകയും വേണ്ട, അവരുടെ ഭീഷണിക്ക് നീ വഴങ്ങുകയും ചെയ്യരുതെന്ന് പറയും. എന്നിട്ട് നവ്യ തന്നെ പറയുവാണ് അല്ല നിന്നെ ഇനിയിപ്പോൾ ഭീഷണിപ്പെടുത്താൻ എന്താ ഇരിക്കുന്നത്, ഒരു ജോലി കളയുമെന്ന് പറഞ്ഞായിരുന്നു ഇത്രയും കാലം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അതവർ കളഞ്ഞല്ലോ, പിന്നെ എന്താ എന്ന് ചോദിക്കും. ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, എന്താ പറയുന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞാൽ അബി അവിടെ നിന്ന് പോരുക. നേരെ ഇങ്ങനെ ഓഫീസിലേക്ക് വരുന്നു. വന്ന് അബിയെ കാണുന്നത് ദേഷ്യം വരുന്നുണ്ട് ആദർശന്. ആദർശ് എഴുന്നേറ്റ് വന്ന് കോളറിനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ കമ്പനിയെ തകർക്കാനും ഞങ്ങളെ നാണം കെടുത്താനും വേണ്ടിയല്ലടാ നീ നിൻ്റെ ഭാര്യയായ നവ്യയെ ഈ പരിപാടിക്ക് വിട്ടത്, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല എന്ന് അഭി പറയും. അന്നേരം നയന പറയുന്നുണ്ട് അതെ നീ ഒന്നും അറിയാതെയാണ് ചേച്ചി എല്ലാം ചെയ്യുന്നത്, നീ അങ്ങനെ പറയുന്നത് ഞങ്ങളങ്ങ് വിശ്വസിച്ചു, നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ മണ്ടന്മാരാണെന്നോ, നീ ഒരുത്തനാണ് ചേച്ചിയെ പിരികേറ്റി വിടുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അന്നേരം അഭി ഞാനതൊന്നും ചെയ്തിട്ടില്ല ഏട്ടത്തി എന്നാണ് പറയുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട് നിനക്കറിയാലോ അനിയുടെ സ്വഭാവം, അവനെ കമ്പനികൾ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം ചെയ്ത പരിപാടി നിന്നെ തൂക്കിയെടുത്ത് പുറത്ത് കളയുക എന്നതാണ്, അതിന് കാരണമുണ്ട്, അതെന്താണെന്ന് നിനക്കറിയാലോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർത്ത് വെക്കുന്നത് നല്ലതാണ്, ഞങ്ങളുടെ അത്രയും സഹനശക്തിയൊന്നും ആർക്കുമില്ല, വീട്ടിൽ പലർക്കും ഈ വിവരം അറിയാവുന്നതാണ്, ഈ പറഞ്ഞ അനിക്കും അറിയാം, അതുകൊണ്ടാണ് ഏട്ടനെ ഒരുപാട് തകർക്കാൻ ശ്രമിക്കുന്ന നിന്നെ അവനെടുത്ത് പുറത്ത് കളഞ്ഞത്, അവൻ ഇനി നിന്നെ തിരിച്ചെടുക്കൂ എന്നുള്ള മോഹവും നിനക്ക് വേണ്ട, അതുകൊണ്ട് ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ നീ കമ്പനിയുടെ പടി ചവിട്ടിയല്ല എന്ന് പറയുന്നു. അതുപോലെ ആദർശം പല കാര്യങ്ങളും പറയുന്നുണ്ട്. അന്നേരം അഭി ഞാനൊന്നും ചെയ്തില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുള്ള നിപ്പാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുവാണ്, സഹി കെട്ട് കഴിയുമ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുക്കും എല്ലാം അങ്ങ് വിളിച്ചു പറയാൻ, അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരുവാണ് നിൻ്റെ ജീവിതം, പിന്നെ നിനക്കൊരു ഭാര്യ കാണിയല്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മോഡലിങ്ങിനും ഒക്കെ ആയി പുറത്ത് പോവുകയും നിന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നവ്യേച്ചിയായിരിക്കും ആദ്യം നിനക്കെതിരെ തിരിയുന്നത്, നിനക്കെതിരെ വാളോങ്ങുന്നത്, അത് നീ മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ അബിയെ അവിടുന്ന് വിടുന്നു. അബിക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തിയെന്ന് കരുതി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. അന്നേരം അബി അങ്ങ് പോന്നു കഴിഞ്ഞ് നയന ആദർശനോട് പറയുവാണ് അബി പറഞ്ഞത് നേരാണ്, ചേച്ചി രണ്ടും കൽപ്പിച്ചാണ്, അതുകൊണ്ട് അവൻ പറയുന്നതൊന്നും ചേച്ചി അനുസരിക്കില്ലായിരിക്കും, അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയും നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് പോരുന്ന അഭി നേരെ പോരുന്നത് അനാമികയുടെ അച്ഛൻ വേണു ഉണ്ടല്ലോ, വേണുവിനെയും CS സച്ചിയും കാണാനാണ്. അവരോട് ഈ വിവരങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. വേണു പറയുന്നുണ്ട് എൻ്റെ മകളെ പിടിച്ച് പുറത്ത് തള്ളിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുമെന്നാണ് അവിടെയുള്ളവർ കരുതിയത്, ഏതായാലും ഇവളെ തുറുപ്പൂജിയിട്ടായി നിർത്തിക്കൊണ്ട് നീ കളിക്കണോടാ, ആ കുടുംബം തകർക്കണം എന്നൊക്കെ പറയുവാണ് അഭിയോട്. അത് സച്ചിയും ഏറ്റുപിടിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട് നിനക്ക് ആ ഭാര്യയോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം, ആ സ്ഥിതിക്ക് വളരെ മോശമായിട്ട് അഭിനയിച്ചാലും നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്കൊരു പ്രശ്നവുമില്ല, അവൾ എന്ത് കാണിച്ചാലും എനിക്ക് പ്രശ്നമല്ല, കാരണം കള്ളം പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് അവൾ, അതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് താല്പര്യമില്ല എന്ന് അഭി പറയുന്നു. എന്നിട്ട് അഭി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇതൊന്നുമല്ല, ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടാണ്, അവൻ ഇവിടുന്ന് ദുബായിക്ക് പോകും, പിന്നെ അവൻ തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, അവനെ അവിടെ കാത്തിരിക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല, മൂർത്തി ജുവലറിയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു, അത് ആ വീട്ടിലെ കിളവനും MD ആയിട്ടിരിക്കുന്ന ആദർശനും മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാക്കുമ്പം എല്ലാണോ നിന്ന് വിറച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് പോവാണ്. അഭി അങ്ങ് പോയി കഴിയുമ്പം വേണു പറയുന്നുണ്ട് ഏതായാലും നല്ല കാര്യമാണ്, നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തിയ അവരെ മുച്ചോടും മുടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുത്തി ആ വീട്ടിലുണ്ട്, അതുകൊണ്ട് അതായാലും നന്നായി എന്ന് പറയുവാണ്. അന്നേരം സച്ചി പറയുന്നുണ്ട് ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ്, ഇതിൻ്റെ കൂടെ അവൾ ആ നന്ദുയില്ലേ അവൾ കൂടെ ഒരു തട്ട് കിട്ടണം, അത് കാണാനും അത് ചെയ്യിപ്പിക്കാനും ഒരവസരം തേടി തന്നെയാണ് ഞാനിപ്പം ഈ നാട്ടിൽ നിലനിൽക്കുന്നത് തന്നെ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.